അരി ഏതായാലും എന്നെ സംബന്ധിച്ച് യാതൊരു ടെൻഷനും ഇല്ല. പക്ഷെ ഇവിടെ പുതിയ പാലത്ത് ഒരുപാട് അർജന്റീന ആരാധകരുണ്ട്. അവർ കുറേ പേര് ഇരുന്ന് ടെൻഷൻ അടിക്കുന്നത് നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. നമ്മുടെ ടീം ഏതായാലും നേരത്തെ തന്നെ പുറത്തായതുകൊണ്ട് ഇത് നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല എന്ന് പറയുന്നത് പോലെയാണ് അവസ്ഥ. അതായത് ആയിരക്കണക്കിന് അർജന്റീന ആരാധകർ അവരുടെ ഓരോ നല്ല നിമിഷത്തിലും ആർപ്പ് വിളിച്ചുകൊണ്ട് ഇവിടെ പുതിയ പാലത്തെ ബിഗ് സ്ക്രീനിന് മുന്നിൽ ഉണ്ട്. മക്കാലിസ്റ്റർ ഗോളടിച്ച സമയത്തൊക്കെ ഇവിടെ ഇങ്ങനെ ഇളകി മറിയുകയായിരുന്നു. ഏതായാലും ഈ ലോകകപ്പിൽ മെസ്സി ഇതുവരെ ഗോൾ അടിക്കാത്തൊരു മത്സരമായാണ് ഈ ക്വാർട്ടർ മത്സരം പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നത്. മെസ്സിയുടെ ഗോൾ കൂടി കാത്തിരിക്കുകയാണ് ഏവരും. പക്ഷേ ഇക്കൂട്ടത്തിലുമുണ്ട് നമ്മുടെ ബ്രസീൽ, പോർച്ചുഗൽ ആരാധകരൊക്കെ ഉണ്ട്. തിരിച്ച് ഗോൾ അടിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആളുകൾ കുറച്ചാണെങ്കിലും ഉണ്ട് എന്നതാണ്. ഇവിടെ കുറച്ച് മുതിർന്ന ചേച്ചിമാരൊക്കെ ഉണ്ട്, ഫുട്ബോൾ ആരാധകർ. കളി എങ്ങനെ പുരോഗമിക്കുന്നത്? എങ്ങനെയുണ്ട്? നല്ല കളിയല്ലേ? ഏത് ടീം? അർജന്റീനയാ? അർജന്റീന. മെസ്സി ഗോൾ അടിച്ചിട്ടില്ല, അടിക്കുന്ന പ്രതീക്ഷിക്കുക അല്ലേ? മെസ്സി അടിക്കുന്ന പ്രതീക്ഷിക്കുകയാണോ? മത്സരം കാണാറുണ്ടോ ചേച്ചി? എങ്ങനെയുണ്ട് കളി? അർജന്റീനയുടെ ആണോ ഞങ്ങള്? അർജന്റീനയാണോ? അർജന്റീന കപ്പടിക്കും, ഉറപ്പ്. സംശയമൊന്നുമില്ല. ഇനി കുറച്ച് മിനിറ്റ് അല്ലേ ഉള്ളൂ. രാഹുൽ നോക്കൂ, ഇപ്പൊ രാഹുൽ സംസാരിക്കുന്ന അമ്മയുടെ പുറകിലുള്ള ചേച്ചിയുടെ മടിയിലെ അർജന്റീനയുടെ ജേഴ്സി ഒക്കെ ഇട്ടൊരു കുഞ്ഞ് ആരാധകൻ. പക്ഷെ രാവിലെയാണ്, ഞായറാഴ്ചയാണ്, ഉറങ്ങിപ്പോയി. പക്ഷെ എന്നാലും നോക്കൂ, നിങ്ങളെ കോഴിക്കോടിന്റെ ഒരു സൗന്ദര്യം കണ്ടോ? എത്രത്തോളം മലബാറുകാർ ഫുട്ബോളിനെ, കാൽപന്തിനെ സ്നേഹിക്കുന്നുണ്ട്, അവർക്ക് എത്രത്തോളം മുഹബത്താണ് എന്നുള്ളത്. കാരണം ഈ സമയത്ത് രാവിലെ ആയിരക്കണക്കിന്, അതിൽ എത്ര സ്ത്രീകളുണ്ട്. സ്ത്രീകൾ ഫുട്ബോളിനോട് താല്പര്യമില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ കോഴിക്കോട് ഈ സ്ഥലത്തൊക്കെ ഒന്ന് വന്ന് കളി കാണാൻ വരണം.